നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കാരണം പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറി. സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് മന്ത്രി GR അനിൽ. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി റേഷൻ എല്ലാ മേഖലയിലും എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. താലൂക്ക് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. ഡിവൈഎഫ്ഐ ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാണിക്കടവിൽ വെച്ച് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിലെ SSLC, ഹയർ സെക്കൻഡറി, CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. അള്ളടമുക്കാദം നാട്ടിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായി. മടിയൻകൂലോം കലശോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കാരണം പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറി. മരങ്ങൾ പൊട്ടിവീണും മതിലിടിഞ്ഞും നാശനഷ്ടം ഉണ്ടായി. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ ഓവുചാൽ നിർമ്മാണം പാതയോരത്തെ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. മഞ്ചേശ്വരം പൊസോട്ട് ദേശീയപാതയോട് ചേർന്ന അന്തൂഞ്ഞി, നാഗരാജ്, സുനിൽ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. മംഗൽപാടിയിൽ പുഷ്പാകരയുടെ വീട്ടുകിണർ തെങ്ങു കടപുഴകി വീണു ഭാഗികമായി തകർന്നു. വോർക്കാടി പാത്തൂരിലെ അബ്ദുൾ മദനിയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. കാഞ്ഞങ്ങാട് ചിത്താരി മുക്കൂടും വീടിന് മുകളിൽ മതിൽ ഇടിഞ്ഞു വീണു. മുക്കൂട് സൗത്തിലെ TP ഖാലിദിന്റെ വീട്ടിലാണ് മതിൽ ഇടിഞ്ഞു വീണത്. ഹൊസങ്കടി MM പ്ലാസ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലുള്ള കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. പെട്രോൾ പമ്പിന്റെ അടുത്തുള്ള ഒരു വീടാണ്. ഏകദേശം വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടുണ്ട്. കാരണം റെയിൽവേ അവിടെ വെള്ളം പോകാത്ത ഒരു കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹൈവേൻ്റെ മൊത്തം വെള്ളം വീടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വെള്ളത്തിനടിയിൽ വീഴാവാൻ സാധ്യതയുണ്ട്. വളരെ അപകടകരമാണ്. വീട്ടിന് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. ഇലക്ട്രിക് വയറോ ബാക്കി എന്തെങ്കിലും വലിയൊരു അപകടം വരാൻ വേണ്ടി സാധ്യതയുണ്ട്. കുട്ടികൾ, സ്കൂൾ, മദ്രസ കാര്യങ്ങളൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. വെള്ളം കയറി കിടക്കുന്നത്. അടിയന്തരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വൻ അപകടത്തിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. കനത്ത കാറ്റും മഴയിലും മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിലേക്ക് മരം പൊട്ടി വീണു. മഞ്ചേശ്വരം ഉദ്യാവര, ബദിയടുക്ക, പള്ളത്തടുക്ക, നീർച്ചാൽ, കിള്ളിങ്കാരു, എത്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ നാശനഷ്ടമുണ്ടായി. കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ നിലം പതിച്ചത് കാരണം ജില്ലയിൽ പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. വരും ദിവസങ്ങളിലും മഴ ശക്തമായ ജില്ലയിൽ പുഴകൾ കരകവിഞ്ഞൊഴുകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 3 ദിവസങ്ങളിലായി തിമിർത്ത് പെയ്ത മഴയിലും കാറ്റിലും തൃക്കരിപ്പൂരിന്റെ തീരമേഖലയിൽ വെള്ളക്കെട്ടും കൃഷിനാശവും. മൊട്ടമ്മൽ വയലോടിയിൽ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര പാറി. തീരദേശ മേഖലയിൽ കാറ്റും മഴയും ശക്തമായതോടെ വീടുകൾക്കും കൃഷിക്കും നാശമുണ്ടായി. നിർത്താതെ പെയ്ത മഴയ്ക്കൊപ്പം എത്തിയ കാറ്റാണ് നാശനഷ്ടമുണ്ടാക്കിയത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തീരമേഖലയിൽപ്പെടുന്ന ഉടുമ്പുന്തല, കുറ്റിച്ചി, മാവിലങ്ങാട്, കൈക്കോട്ടുകടവ്, വയലോടി, വെള്ളാപ്പ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടുകളിലാണ്. വെള്ളാപ്പ് ആണ്ടയിൽ റോഡ് പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. മെട്ടമ്മൽ പറയമാനത്ത് M. ഗിരീഷിന്റെ വീടിനകത്ത് വെള്ളം കയറി. മെട്ടമ്മൽ വയലോടിയിലെ കൂലിത്തൊഴിലാളി VV ശ്രീധരന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് കാറ്റിൽ പറന്നുപോയി. ഷീറ്റ് ഉറപ്പിച്ചിരുന്ന ട്യൂബുകളും ചെങ്കല്ലുകളും ഉൾപ്പെടെയാണ് കാറ്റിൽ പറന്ന് കുടുംബം താമസിക്കുന്ന താൽക്കാലിക ഷെഡിന് മുകളിൽ പതിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് തകർന്നു വീട്ടുകാരുടെ ദേഹത്ത് പതിക്കാതിരുന്നത്. സംഭവം നടക്കുമ്പോൾ ശ്രീധരനും ഭാര്യ ഇന്ദിരയും വീടിനകത്തുണ്ടായിരുന്നു. തൃക്കരിപ്പൂർ വയലോടിയിലെ കൊടക്കൽ വസന്തയുടെ വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര കാറ്റിൽ തകർന്നു. പിലിക്കോട് മട്ടലായിൽ ദേശീയപാതയിലേക്ക് മരം കടപുഴകി വീണു. മട്ടലായി ശ്രീരാമക്ഷേത്രത്തിന് സമീപമാണ് മരം വീണത്.
സംഭവം നടക്കുമ്പോൾ ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നുപോകാത്തത് മൂലം വലിയ ദുരന്തമാണ് ഒഴിവായത്. തീരദേശ മേഖലയിലെ മിക്ക പ്രദേശങ്ങളിലും നൂറുകണക്കിന് വാഴയും കവുങ്ങും ഉൾപ്പെടെ കാർഷിക വിളകൾ ഒടിഞ്ഞുവീണ് നശിച്ചു. പഞ്ചായത്ത്, റവന്യൂ അധികൃതർ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് മന്ത്രി GR അനിൽ. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി റേഷൻ എല്ലാ മേഖലയിലും എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കാസർഗോട്ട് പറഞ്ഞു. നിലമ്പൂരിൽ വികസനം മുൻനിർത്തിയായിരിക്കും പ്രചാരണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതെ, അത് ഒഴിവാക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. സാമ്പത്തിക പ്രയാസങ്ങൾ കുറച്ച് വൈകാറുണ്ട്. ഒരു മാസം വൈകിയാൽ ഉടൻ സമരം പ്രഖ്യാപിക്കുന്ന ശൈലിയിൽ നിന്ന് ഇത്തരം കോൺട്രാക്ടർമാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ ഒരു മാസത്തെ സമരം ഉണ്ടായാൽ പോലും റേഷൻ ഷോപ്പുകളിൽ ഭക്ഷ്യധാന്യത്തിൻ്റെ കുറവ് ഉണ്ടാകാറില്ല. കാരണം ഞങ്ങൾ 2 മാസത്തിലധികം സ്റ്റോക്ക് സൂക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ അപൂർവം ചില കടകളിൽ അതിനുള്ള സൗകര്യമില്ലാത്ത പഴയ കടകളുണ്ട്. ആ കടകളിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാൻ ആണ് കേരളത്തിലെ ഏത് കടകളിൽ നിന്നും ഭക്ഷ്യധാന്യം വാങ്ങാനുള്ള സൗകര്യം, പോർട്ടബിലിറ്റി ഇപ്പോൾ ഉള്ളത്. അതുകൂടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ കോൺട്രാക്ടർമാരുടെ സമരം കേരളത്തിലെ പൊതുവിതരണ രംഗത്ത് വിതരണത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ല എന്നതാണ് ഈ കണക്കുകൾ കാണിക്കുന്നത്. ഓരോ ദിവസത്തെയും കണക്കുകൾ ഈ സമരം നിൽക്കുമ്പോൾ തന്നെ 3 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ, 2,90,000 പരം കുടുംബങ്ങൾ ഓരോ ദിവസവും കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ആളുകൾ വാങ്ങിയതിൻ്റെ കണക്കാണ് എനിക്ക് രേഖാമൂലം കാണിക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ മാസം ഇതേ ദിവസം വരെ വാങ്ങിയതിൻ്റെ കണക്ക് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. അതിനേക്കാൾ 1.5 ലക്ഷം ആളുകൾ കൂടി ഈ സമരത്തിനിടയിൽ ഭക്ഷ്യധാന്യം വാങ്ങിയതിൻ്റെ കണക്കാണ്. അതാ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ നിമിഷവും റേഷൻ ഷോപ്പുകളിലെ ആര് വാങ്ങി 64,713 പേർ ഞാൻ ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്ത് നോക്കിയതിനേക്കാൾ 20,000 കൂടെ കൂടുതൽ ആളുകൾ വാങ്ങിയിരിക്കുകയാണ്. 50,69,860 കുടുംബങ്ങൾ ഭക്ഷ്യധാന്യം വാങ്ങിയിരിക്കുകയാണ്. 55,02,66. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താ? ഈ സമരം മാധ്യമങ്ങൾ ഭീതി ഉണ്ടാക്കുന്നതാണ്. സമരത്തിൻ്റെ എഫക്റ്റ് നാട്ടിലെ അരി വാങ്ങാൻ വരുന്ന ആളുകളെ ബാധിക്കുന്നില്ല എന്നതിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഭീതിജനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് നമുക്ക് നല്ലതല്ല. ഒരാളിന് പോലും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന നിലപാട് ഈ ഗവൺമെൻറ്റിൻ്റെ 4 വർഷം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും സമരമോ തടസ്സങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമയം കേന്ദ്ര ഗവൺമെൻറ്റുമായി ആലോചിച്ച് നീട്ടി വാങ്ങിക്കുകയും സമയം നീട്ടിക്കൊടുത്തുകൊണ്ട് ഭക്ഷ്യധാന്യം കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് നമ്മൾ കാണേണ്ടുന്നത്, ആദിവാസി സങ്കേതങ്ങളിൽ, അഗതി മന്ദിരങ്ങളിൽ, അനാഥാലയങ്ങളിൽ, കിടപ്പ് രോഗികൾ, ഇവിടെ ഭക്ഷ്യധാന്യം ഗവൺമെൻറ് ചെലവിൽ എത്തിച്ചു കൊടുക്കുകയാണ്. സ്കൂൾ കുട്ടികൾക്ക് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു ലോറി കോൺട്രാക്ടറുടെ ഒരു സമരം ഒരു കടയെ ബാധിച്ചതിൻ്റെ പേരിൽ കേരളമൊട്ടാകെ അതാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആരും പോകരുത്. കണക്ടിവിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഇപ്പം മഴ പെയ്യുന്നു, കണക്ടിവിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഒരു റേഷൻ കടയിലെ ഇ-പോസ് വർക്ക് ചെയ്തില്ല. കേരളം മുഴുവൻ ഇ-പോസ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പ്രചരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ, ചില ശത്രുക്കൾ നിൽക്കും. അതിനോടൊപ്പം നമ്മുടെ മാധ്യമങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം കാഞ്ഞങ്ങാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിൽ വെച്ചാണ് നടന്നത്. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ സംഘടനാപരമായി താലൂക്ക് എന്നല്ല വേണമെങ്കിൽ ഫർക്ക തലം മുതൽ താലൂക്ക്, ജില്ലാ, സംസ്ഥാന തലം വരെയുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി AKRRD എന്ന് പറയുന്ന നമ്മുടെ ഈ മഹത്തായ പ്രസ്ഥാനം ശക്തമായി നയിക്കാനുള്ള തീരുമാനവുമായി നമ്മുടെ സംഘടന മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ റേഷൻ വിതരണ മേഖല അപ്പാടെ വലിയ ഒരു വെല്ലുവിളി നേരിടുന്നു എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ്. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി നടരാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് ശങ്കർ ബേലിയെ, ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണ ബല്ലാൾ, സജി പാത്തിക്കര, ഗഫൂർ കാസർഗോഡ്, രാജേന്ദ്രൻ, സുരേഷൻ മേലാങ്കോട്,
ഇബ്രാഹിം മഞ്ചേശ്വരം എന്നിവർ സംസാരിച്ചു. താലൂക്ക് സെക്രട്ടറി മണികണ്ഠൻ അമ്പങ്ങാട് സ്വാഗതവും സുധീഷ് നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളെ ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുത്തു. ബാലകൃഷ്ണനെ പ്രസിഡന്റായും മണികണ്ഠനെ സെക്രട്ടറിയായും അനിൽ പള്ളിക്കണ്ടത്തെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഡിവൈഎഫ്ഐ ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാണിക്കടവിൽ വെച്ച് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സംസ്ഥാന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഞാണിക്കടവിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറിയും തൃക്കരിപ്പൂർ MLAയുമായ M രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും കസേര ഇത്രയും ആളുകൂടി ഇരിക്കുന്നു. ഇവരൊക്കെ 10 മിനിറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ എപ്പോഴാണ് ഇത് കൊല്ലുന്ന പോലെയാണ് നല്ല തണുപ്പുണ്ട്, നല്ല മഴയുണ്ട്, പോരങ്ങ് റെഡ് അലർട്ടുമാണ്. പക്ഷേ ഒരു 10-100 ചെറുപ്പക്കാർ ഞാണിക്കടവ് സഖാക്കൾ ഫെബ്രുവരിയുടെ ചിത്രവും ആലേഖനം ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഠിനാധ്വാനത്തിലായി. സംഘാടക സമിതി ചെയർമാൻ പവിത്രൻ ഞാണിക്കടവ് അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK നിഷാന്ത്, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഗിനീഷ് വെള്ളിക്കോത്ത്, CPIM ഏരിയ കമ്മിറ്റി അംഗം V സുകുമാരൻ, A ശബരീശ്വരൻ, CPIM തീരദേശ ലോക്കൽ സെക്രട്ടറി NV ബാലൻ, വിജയ് ഞാണിക്കടവ്, A ജയൻ ലസ്ന ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു. CPIM തീരദേശ ലോക്കൽ സെക്രട്ടറി NV ബാലൻ, വിജയ് ഞാണിക്കടവ്, A ജയൻ ലസ്ന ഞാണിക്കടവ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി കൺവീനർ വിനീഷ് ഞാണിക്കടവ് സ്വാഗതവും ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് ഗോകുൽ വി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 2024-25 അധ്യയന വർഷത്തിലെ SSLC ഹയർ സെക്കൻഡറി CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. 2024-25 അധ്യയന വർഷത്തിലെ SSLC ഹയർ സെക്കൻഡറി CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. शिवानी के तेजस बाबराज वैष्णव ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. ഹോസ്ദുർഗ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ C ലോഹിതാക്ഷൻ P ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ഒരു അനുമോദന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മുഖത്ത് വളരെയധികം സന്തോഷം കാണുന്നതാണ്. ഇന്ന് ആരും സന്തോഷം കാണുന്നില്ല, അത് എന്നറിയുന്നില്ല. കാരണം വേറെ കുറെ സ്ഥലത്ത് നിന്ന് അനുമോദനം വേണ്ടി ക്ഷീണിച്ച് വന്നതാണോ, ഇത് കുറെ കാറ്റിന് ശേഷം തരുന്നതാണോ എന്നുള്ളതൊന്നും കുറിച്ച് അറിയില്ല. ഏതായാലും ഒരു അനുമോദനം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇപ്പോഴല്ല അറിയാൻ ലഭിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളാണ് അതിന്റെ ഒരു മഹത്വം തിരിച്ചറിയുക. ബാങ്ക് പ്രസിഡന്റ് ശ്രീ പ്രവീൺ തോയമൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ശ്രീ ഹംസ പുതിയകോട്ട സ്വാഗതവും ബാങ്ക് ഡയറക്ടർമാരായ രത്നാകരൻ NK, സുധാകരൻ PV, കുഞ്ഞികൃഷ്ണൻ T, ഗഫൂർ മുറിയനാവി, അബ്ദുൾ കരീം, ഭാസ്കരൻ K, മോഹനൻ VV, അസീന NP, P സരോജ, P സുബൈദ, അസിസ്റ്റന്റ് സെക്രട്ടറി പ്രദീപ് കുമാർ HR എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. സെക്രട്ടറി നസീമ KP നന്ദി പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബാങ്കിലെ അംഗങ്ങളും ജീവനക്കാരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അള്ളടമുക്കാദം നാട്ടിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായി. മടിയൻകൂലം കലശോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. മീൻകോവ സമർപ്പണം ഭക്തിയും ഒപ്പം കൗതുകവും പകരുന്ന കാഴ്ചയായി മാറി. ബ്രാഹ്മണരും അബ്രാഹ്മണരും പൂജ ചെയ്യുന്നു എന്ന ഖ്യാതി നേടിയ ഉത്തര കേരളത്തിലെ മഹൽ ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്ര കലശ മഹോത്സവത്തിന് സമാപനമായി. കലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രപാലകൻ കാളരാത്രി അമ്മ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളുടെ തിരുമുടി ഉയർന്നു.
ഇതോടൊപ്പം 6 കലശങ്ങളും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച ഭക്തിസാന്ദ്രമായ അനുഭൂതി സൃഷ്ടിച്ചു. കിഴക്കുംകര ഇളയടത്ത് കുതിര പുള്ളിക്കരിങ്കാളിയമ്മ ദേവസ്ഥാന പരിധിയിൽ വരുന്ന കളരിയിൽ നിന്നുള്ള തെരളി, ഭട്യൻ എന്നീ കലശങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര പടാർക്കുളങ്ങര ഭഗവതി ദേവസ്ഥാന പരിധിയിൽ നിന്ന് വരുന്ന അടോട്ട് കളരിയിൽ നിന്നും മധുരക്കാട് വയലിൽ നിന്നുമുള്ള ഓരോ കലശങ്ങൾ, മടിക്കൈ പെരിയാങ്കോട്ട് തീയർപ്പാലം കളരിയിൽ നിന്നുമുള്ള 2 കലശങ്ങൾ തെയ്യങ്ങളോടൊപ്പം ഭക്തജനങ്ങളുടെ ആയമുളലോടും ആർപ്പുവിളികളോടും ക്ഷേത്രത്തെ വലം വയ്ക്കുന്ന കാഴ്ച നയന മനോഹരമായിരുന്നു. ക്ഷേത്രപാലകന്റെയും കാളരാത്രി അമ്മയുടെയും ശ്രീകോവിലിന് ചുറ്റും അലങ്കരിച്ച കലശത്തട്ടുകളും തലയിലേന്തി വിവിധ കഴകങ്ങളിൽ നിന്നെത്തിയ കലശക്കാർ ബാല്യക്കാരോടൊപ്പം എത്ര വട്ടം വലം വയ്ക്കുന്നു എന്നത് സംഘത്തിന്റെ കരുത്തു കാട്ടുന്നതും പോയ കാലഘട്ടത്തിന്റെ ആയോധനത്തിന്റെയും അനുഷ്ഠാനങ്ങളുടെയും ശക്തമായ തെളിവായി തീരുകയും ചെയ്യുന്നു. പ്രത്യേക വാദ്യമായ സാക്സോഫോൺ സംഗീതവും അന്തരീക്ഷത്തെ ഭക്തിസാന്ദ്രമാക്കി. മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിനുള്ള മീൻകോവ സമർപ്പണവും ഇതോടൊപ്പം നടന്നു. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിലെ മറിയംകുലം ഈ കലശോത്സവം കൂടിയാൽ പുഴയിൽ ആരും ഇറങ്ങാറില്ല. ഇപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും ഇറങ്ങുന്നു. ഇപ്പോൾ ഞങ്ങൾ ഈ കോവക്ക് വേണ്ടി തന്നെ മുമ്പിലെ ഇവിടെ ചെറുത്തൂരാണ് പോയിക്കൊണ്ടത്. ഇപ്പം ഞങ്ങൾ തലപ്പാടിയിൽ നിന്നാണ് കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ആരാധകരും പറഞ്ഞ് അത് ഞങ്ങൾ തന്നെ ഈ ചിത്താരിപ്പുഴയിൽ മീൻ പിടിക്കേണ്ട ഒരു സാധ്യത ഉണ്ടാക്കി തരണമെന്ന് ഭരണാധികാരിയോട് ഞങ്ങൾ പറയുന്നു. മടിയൻകൂലം കലശോത്സവ സമാപനത്തോടെ അള്ളടുമുക്കാദം നാട്ടിലെ ഒരു തെയ്യാട്ടക്കാലത്തിന് കൂടി സമാപനമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ KFPSA സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് എന്നാണ്. ഫോറസ്റ്റിൻ്റെ പ്രൊട്ടക്ഷനാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമുണ്ട്? വനവും വന്യജീവികളും അടങ്ങും. കേരളത്തിൽ മൊത്തം നമ്മുടെ ഭൂവിസ്തൃതി എന്ന് പറയുന്നത് ഏറെക്കുറെ 35,000 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ 11,500 ചതുരശ്ര കിലോമീറ്റർ വനമാണ്. ഇപ്പോൾ 29.6% വരും. 29.6% വനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ 1/3 വനമായി. അത് ഇന്ത്യയുടെ ആവറേജ് 21%. അപ്പോൾ ഇന്ത്യയുടെ ആവറേജിനേക്കാൾ കൂടുതലാണ് കേരളത്തിലെ വനം. KFPSA സംസ്ഥാന സെക്രട്ടറി KA സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം മുഖ്യാതിഥിയായി പങ്കെടുത്തു. NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി MP ഷനീജ്, KGOA സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ V ചന്ദ്രൻ, KSTA സംസ്ഥാന കമ്മിറ്റി അംഗം K ഹരിദാസ്, കേരള റേഞ്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി R അദീഷ്, കേരള എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി M അനിൽകുമാർ, കേരള ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ബൈജു കോട്ടായി, KK ബൈജു, CT അഭിലാഷ് കുമാർ, S ഹരികുമാർ നായർ, പീതാംബരൻ, AB വത്സരാജ് എന്നിവർ സംസാരിച്ചു. KFPSA ജനറൽ സെക്രട്ടറി R തിൻഷ് സ്വാഗതവും PK ഷിബു നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ മന്ത്രിമാർ, ജനപ്രതിനിധികൾ, വനം വകുപ്പ് മേധാവികൾ, സർവീസ് സംഘടനാ നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, കർഷക പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോട്ടറി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ജില്ലാ ക്ഷേമനിധി ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. BMS ജില്ലാ അധ്യക്ഷൻ K ഉപേന്ദ്രൻ കോട്ടക്കണ്ണി ഉദ്ഘാടനം ചെയ്തു. ലോട്ടറി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന കേരള സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS നേതൃത്വത്തിൽ ലോട്ടറി ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന ധർണ BMS ജില്ലാ അധ്യക്ഷൻ K ഉപേന്ദ്ര കോട്ടക്കണി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ 5,000 രൂപയിൽ താഴെയുള്ള ഈ സമ്മാന പദ്ധതി പരമാവധി കൂട്ടിക്കൊണ്ട് ലോട്ടറി വിൽക്കുന്ന നമ്മുടെ സാധാരണ തൊഴിലാളികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് ഉന്നയിക്കുന്നത്.
അതുപോലെ നമുക്കറിയാം ഇന്നിപ്പോ അശാസ്ത്രീയപരമായിട്ടുള്ള പല തീരുമാനങ്ങളാണ് ലോട്ടറി മേഖലയിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് സംഘ് BMS ജില്ലാ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. സമ്മാനങ്ങൾ വെട്ടിക്കുറച്ചുകൊണ്ട് ഗവൺമെന്റിന്റെ ഖജനാവിലേക്ക് ഏത് രീതിയിലും ഈ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് ഭരണകർത്താക്കൾക്ക് അവരുടെ ഭരണം സുഖമായിട്ട് നടക്കണം എന്നുള്ള ചിന്തയിലേക്കാണ്. അവിടെയാണ് ഇതുപോലുള്ള സമരങ്ങൾ നടത്തി ഇതുപോലുള്ള സമരങ്ങൾ തൊഴിലാളികൾ ഇന്ന് ഈ കോരിച്ചെരിയുന്ന മഴയത്തും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ ഓഫീസിന് മുമ്പിൽ ധർണാ സമരം നടത്തുകയാണ്. BMS സംസ്ഥാന സമിതി അംഗം VV സത്യനാഥ്, BMS ജില്ലാ ഉപാധ്യക്ഷ ഗീതാ ബാലകൃഷ്ണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ P ദിനേശ് ബംബ്രാണ, യശ്വന്തി ബെജ്ജ, ഗുരുദാസ് മധൂർ, ലോട്ടറി ഏജന്റ് വെൽഫെയർ ബോർഡ് ജില്ലാ അധ്യക്ഷൻ ഗണേഷ് പാറക്കട്ട, മേഖലാ സെക്രട്ടറിമാരായ ഭാസ്കരൻ ചെമ്പിലോട്ട്, ശ്രീധരൻ ചേനക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ലോട്ടറി ഏജൻസ് ആൻഡ് സെല്ലേഴ്സ് സംഘ് ജില്ലാ സെക്രട്ടറി ബാബുമോൻ ചെങ്കള സ്വാഗതവും ജില്ലാ ട്രഷറർ രവീന്ദ്രൻ കല്യാൺ റോഡ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്ഷേത്ര പാചക വിദഗ്ധൻ സദാശിവ അഡ്ഡിഗയെ ആദരിച്ചു. കഴിഞ്ഞ 48 വർഷമായി കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പാചകത്തിൽ വിദഗ്ധനാണ് സദാശിവ അഡ്ഡിഗെ. കഴിഞ്ഞ 48 വർഷമായി കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിലെ നിരവധി ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ ഭക്ഷണമൊരുക്കി നൽകി പ്രശസ്തിയാർജിച്ച സദാശിവ അഡ്ഡിഗെ പെരിയയ്ക്ക് പൂച്ചക്കാട് മഹാവിഷ്ണു ക്ഷേത്ര ഭാഗവത സപ്താഹ വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം 16 വർഷമായി നടന്നുവരുന്ന ആറാട്ടുത്സവങ്ങളിൽ മുഴുവൻ ദിവസങ്ങളിലും അന്നദാനമൊരുക്കി നൽകുന്നത് ഇദ്ദേഹമാണ്. ക്ഷേത്ര അന്നദാന കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ ഭരണസമിതി പ്രസിഡന്റ് ഡോക്ടർ ബൽറാം നമ്പ്യാർ ആദരിച്ചു. സെക്രട്ടറി M കൃഷ്ണൻ, ട്രഷറർ K രവിവർമ്മൻ, അന്നദാന കമ്മിറ്റി ചെയർമാൻ P രാജൻ, കൺവീനർ K പത്മനാഭൻ, ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 6 പതിറ്റാണ്ടായി ഉടുമ്പുതല കരിക്കടവിൽ നാടിന്റെ അക്ഷരദീപമായി ജ്വലിച്ചു നിൽക്കുന്ന കൈരളി ഗ്രന്ഥാലയത്തിൽ നിർമ്മിച്ച TV അമ്പു സ്മാരക ഹാൾ നാടിന് സമർപ്പിച്ചു. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഹാൾ ഉദ്ഘാടനവും അനുസ്മരണ പ്രഭാഷണവും നടത്തി. 1964 കൈരളി വായനശാലയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തന്റെ 2 സെന്റ് ഭൂമി ദാനം ചെയ്ത TV അമ്പുവിന്റെ ഓർമ്മ നിലനിർത്തുന്നതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഗ്രന്ഥാലയം 750 അടി വിസ്തൃതിയിൽ നിർമ്മിച്ച ഹാളിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയത്. 1996 ഗ്രന്ഥശാല സംഘത്തിന്റെ അംഗീകാരം ലഭിച്ച ഗ്രന്ഥാലയം സ്ഥാപിക്കുന്നതിൽ 6 പതിറ്റാണ്ട് മുമ്പ് മുൻനിരയിൽ പ്രവർത്തിച്ച 5 പേരിൽ ഒരാളായിരുന്ന TV അമ്പുവിന്റെ അനുസ്മരണവും ഹാളിന്റെ ഉദ്ഘാടനവും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. ഒരു 10-30 വയസ്സുള്ള ആളുകളൊക്കെ അപ്പോൾ ആരായിരുന്നു എന്നത് അവർക്കറിയാം. നമ്മുടെ പ്രദേശത്തെ ഒരു കാരണവർ എന്ന് തന്നെ പറയാം. ഏത് കാര്യമായാലും ഏത് പ്രശ്നങ്ങളായാലും മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജാതി നോക്കാതെ, മതം നോക്കാതെ ആര് സമീപിച്ചാലും ഏത് പ്രശ്നങ്ങൾ പറഞ്ഞാലും അദ്ദേഹം അത് ഗൗരവപൂർവ്വം എടുത്ത് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ TV അമ്പുവിന്റെ ഫോട്ടോ അനാച്ഛാദനം നടത്തി. ഗ്രന്ഥാലയം പ്രസിഡന്റ് P സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. TV ബാലകൃഷ്ണൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് P വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, നേതൃസമിതി കൺവീനർ VK രതീശൻ, ഗ്രന്ഥാലയം സെക്രട്ടറി P ദാമോദരൻ, താലൂക്ക് കൗൺസിൽ അംഗം M സുരേഷ്, K കണ്ണൻ, VV രാഘവൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയ പരിധിയിൽ നിന്നും LSS USS സ്കോളർഷിപ്പ് പരീക്ഷകളിലെ വിജയികൾക്കും SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കും ഗ്രന്ഥാലയത്തിന്റെ ക്യാഷ് അവാർഡുകൾ സമ്മാനിച്ചു. കുടുംബശ്രീ മിഷൻ ജില്ലാ സംസ്ഥാന തലത്തിൽ വിവിധ മത്സര വിജയികളായവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചുകൊണ്ട് വിന്നേഴ്സ് മീറ്റ് 2025 എന്ന പേരിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു.
പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചുകൊണ്ട് സംഘടിപ്പിച്ച വിന്നേഴ്സ് മീറ്റ് 2025 വിജയോത്സവം NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന സാംസ്കാരിക സംഘടനകൾ ആ നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നും പൈക്ക മൈത്രി സാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾ ഏറെ സ്തുത്യർഹമാണെന്നും NA നെല്ലിക്കുന്ന് MLA അഭിപ്രായപ്പെട്ടു. ഇവിടെ SSLC പാസ്സായ +2 പാസ്സായ ധാരാളം കുട്ടികളുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മാതാപിതാക്കൾ അനുസരിക്കണം, അതുപോലെ തന്നെ അധ്യാപകന്മാരെ അനുസരിക്കണം എല്ലാ കാര്യത്തിലും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ അവരെ അനുസരിക്കാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഡോക്ടറാകണമെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് പറയുന്നു നിങ്ങൾ അധ്യാപകനാകണമെന്ന്. അല്ലെങ്കിൽ അധ്യാപകനാകാൻ തീരുമാനിച്ച നിങ്ങളോട്, അധ്യാപകനാകാൻ താല്പര്യമുള്ള നിങ്ങളോട് നിങ്ങളുടെ ഉപ്പ, ഉമ്മ, അച്ഛൻ, അമ്മ പറയുന്നു നീ ഒരു ഡോക്ടറാകണം എന്ന്. അത് നിങ്ങൾ ഒരിക്കലും അനുസരിക്കരുത് എന്നാണ് എനിക്ക് പറയാം. നിങ്ങൾക്ക് എന്താണോ താല്പര്യം അതായി തീരാൻ നിങ്ങൾ തീരുമാനിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. മൈത്രി സാംസ്കാരിക വേദി പ്രസിഡന്റ് ഷാഫി ചൂരിപ്പള്ളം അധ്യക്ഷത വഹിച്ചു. പ്രമുഖ പരിശീലകൻ പുഷ്പാകരൻ ബെണ്ടിച്ചാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ചിത്രകുമാരി, പൊതുപ്രവർത്തകരായ B മൊയ്തീൻ കുഞ്ഞി, ഖാൻ പൈക്ക, നിത്യൻ നെല്ലിത്തല, B രാധാകൃഷ്ണ നായിക്, BK ബഷീർ പൈക്ക തുടങ്ങിയവർ സംസാരിച്ചു. പൈക്ക പ്രദേശത്ത് നിന്നും SSLC+2 പരീക്ഷകളിൽ വിജയിച്ച 120ഓളം വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. കൂടാതെ തുല്യതാ പരീക്ഷയിലൂടെ വിജയം കൈവരിച്ചവരെയും അനുമോദിച്ചത് ഒരു നാടിൻ്റെയാകെ വിജയോത്സവമായി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുമ്മണാർ കളരി ഫണ്ട് കൈമാറി. കുമ്മണാർ കളരിയിലെ രാമൻ മൂത്തച്ഛൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവന് തുക കൈമാറി. മടിയൻകൂലവും നവീകരണത്തിലേക്ക് വിവിധ ക്ഷേത്രങ്ങളും തറവാടുകളും കഴകങ്ങളും വ്യക്തികളും തങ്ങളുടേതായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് കുമ്മണാർ കളരി ദേവസ്ഥാന ഭാരവാഹികളും സ്ഥാനികരും ചേർന്ന് ക്ഷേത്രപാലകന്റെ മാടത്തിനു മുൻവശത്തു കൂടി അകത്തു പള്ളിയറയിലേക്ക് കടക്കുന്ന കട്ടിളയും വാതിലും പടിയും പൂർണ്ണമായും പിച്ചിളപ്പാക്കുന്നതിനുള്ള തുക നവീകരണ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. കുമ്മണാർ കളരിയിലെ രാമൻ മുത്തച്ഛൻ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവന് തുക കൈമാറി. നവീകരണ പ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ ഈ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ വക സംഭാവന, സോപാന പടി, പിച്ചൾ ഭാഗത്തിനുള്ള സംഭാവന ഇന്ന് ക്ഷേത്രം ഭാരവാഹികൾ മുഖേന ഇന്ന് ക്ഷേത്രത്തിൽ കൈമാറിയിരിക്കുകയാണ്. പണി വളരെ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നാം കുറിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തികൾ ഏകദേശം പൂർത്തീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. എങ്കിലും പല കഴകങ്ങളും തറവാടുകളും വ്യക്തികളുമൊക്കെ നമ്മൾ ഈ നവീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇന്നിവിടെ ഈ ക്ഷേത്രവുമായി അഭേദ്യ ബന്ധമുള്ള ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ വകയായി നമ്മുടെ ക്ഷേത്രത്തിലെ സോപാനം പിത്തളയടിക്കുന്ന ഒരു ചടങ്ങ്, പിത്തളയടിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ തുകയും ഏറ്റിട്ടുണ്ട്. മടിയൻ ക്ഷേത്രപാലകൻ ഈശ്വരൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി നിരവധി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. നാട്ടിലെ നല്ലവരായിട്ടുള്ള പല ക്ഷേത്ര കമ്മിറ്റികളും നാട്ടുകാരും വ്യക്തികളും എല്ലാം തന്നെ അകമഴിഞ്ഞ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ കുമ്മണാർ കളരി ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മുടെ സോപാനപ്പടി വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടായി. കുമ്മണാർ കളരി ഇളയച്ചൻ K കൃഷ്ണൻ, NV കുഞ്ഞികൃഷ്ണൻ മൂലച്ചേരി നായരച്ചൻ, PM കുഞ്ഞിക്കണ്ണൻ മടിയൻ നായരച്ചൻ, പ്രസിഡന്റ് K വേണുഗോപാലൻ, സെക്രട്ടറി KV ബാബു, K ജയൻ മാസ്റ്റർ, K കൃഷ്ണൻ, KV ഗംഗാധരൻ, കണ്ണൻ കീക്കാംകോട്ട്, കിളിയളം ഭാസ്കരൻ, നാരായണൻ മൗങ്കാൽ തുടങ്ങി തറവാട്ട് കമ്മിറ്റി അംഗങ്ങളും മടിയൻകൂലം എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ, ട്രസ്റ്റ് ബോർഡ് അംഗങ്ങളായ ബേബി രാജ്, V നാരായണൻ, ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, തോക്കാനം ഗോപാലൻ തുടങ്ങി ക്ഷേത്ര ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കുന്നുപാറ ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദന സദസ്സും പാട്ടും പറച്ചിലും സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക നാടൻപാട്ട് കലാകാരൻ ജിത്തു കൊടക്കാടിന്റെ പാട്ടും പറച്ചിലും കാണികളിൽ കൗതുകമുണർത്തി. രാവണേശ്വരം കുന്നുപാറ ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അനുമോദന സദസ്സും പാട്ടും പറച്ചിലും സംഘടിപ്പിച്ചു.
KSTA മുൻ ജില്ലാ സെക്രട്ടറി എ പവിത്രൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. USS ജയിച്ച കുട്ടി ഭാവിയിൽ NMSഉം അതോടൊപ്പം തന്നെ പൊതുപരീക്ഷകളും ജയിച്ച് വരുന്ന 2 വർഷം കഴിയുമ്പോൾ 3 വർഷം കഴിയുമ്പോൾ SLC ഉന്നത നിലവാരത്തോടുകൂടി ജയിക്കണമെന്നുള്ള ഉത്തരവാദിത്വം ആ കുട്ടിയിൽ വരികയാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പരീക്ഷയുടെ ഈ വിജയത്തിൻ്റെ ഭാഗമായി നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുകയാണ്. ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയോട് നിറവേറ്റുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പഠിക്കുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. പണ്ട് ഞാനൊക്കെ പഠിച്ച ഒരു കാലം, ഞാൻ 78 SLC പാസ്സായതാണ്, 1978. അന്നുള്ളൊരു സാഹചര്യത്തെക്കുറിച്ച് പലപ്പോഴും ഞാൻ ഇപ്പോഴും താരതമ്യം ചെയ്യാറുണ്ട്. ക്ലബ്ബ് പ്രസിഡന്റ് വിനീത് M അധ്യക്ഷൻ വഹിച്ചു. ക്ലബ്ബ് പരിധിയിൽ നിന്നും SSLC +2 പരീക്ഷയിൽ വിജയം നേടിയവരെയും LSS USS നേടിയവരെയും ഉപഹാരം നൽകി അനുമോദിച്ചു. കൂടാതെ ക്ലബിന്റെ ആദ്യകാല പ്രവർത്തകനായിരുന്ന യുവകവി വിനു വേലാശ്വരത്തിനെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് പ്രശസ്ത നാടൻപാട്ട് കലാകാരൻ ചിത്തു കൊടക്കാട് നയിക്കുന്ന പാട്ടും പറച്ചിലും നടന്നു. ക്ലബ്ബ് സെക്രട്ടറി പ്രജീഷ് PK സ്വാഗതവും പുരുഷോത്തമൻ V നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ കായക്കുളം തെക്കേടുക്കം വയനാട്ടുകുലവൻ തറവാട് കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ഉത്തര മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. പെരിയ കായക്കുളം തെക്കേടുക്കം വയനാട്ടുകുലവൻ തറവാട് കുടുംബ സംഗമം വിവിധ പരിപാടികളാണ് നടന്നത്. ഉത്തര മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയ ഉദ്ഘാടനം ചെയ്തു. ഒരു കുടുംബ സംഗമം എന്നത് തറവാട്ട് കമ്മിറ്റിയുടെയും മറ്റു അംഗങ്ങളുടെയും ഏറെക്കാലത്തെ ആഗ്രഹത്തിന്റെ ഫലമായി എന്നാണ് ആദ്യം തന്നെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷനും പറഞ്ഞു. ഒരു യോഗം നടക്കുമ്പോൾ നമ്മൾ കുറച്ച് സംസാരം കുറച്ചാണല്ലേ, നമ്മൾ ഇതിലെ വിശേഷങ്ങളെല്ലാം ചന്ദ്രമാഷുടെ പ്രഭാഷണം കഴിഞ്ഞതിന് ശേഷം പറയുന്നതായിരിക്കും നല്ലത്. സമവായമായും അച്ചടക്കമില്ലാത്ത ഒരു സദസ്സിൽ സംസാരിക്കാൻ ഇതുപോലുള്ള പ്രഭാഷണം നടത്തുന്ന ആൾക്കാർക്ക് താല്പര്യമുണ്ടാകുന്നതല്ല. തറവാട് കമ്മിറ്റി പ്രസിഡന്റ് വാസു വെള്ളിക്കോത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. കൊപ്പൽ ചന്ദ്രശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മളെല്ലാവരും ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം, പക്ഷെ നമുക്ക് നമ്മിലുള്ള ഈശ്വരനെ അഥവാ നന്മയെ കണ്ടെത്താൻ ആവുന്നില്ല. നന്മയെ കണ്ടെത്താൻ സാധിക്കാത്ത സമയത്താണ് നമുക്ക് പഴമക്കാര്, ആചാര്യന്മാര്, അഭിജ്ഞന്മാര്, അറിവുള്ളവർ കുറെ ഉപാധികൾ നിശ്ചയിച്ചു. അങ്ങനെ ക്ഷേത്രം, തറവാട്, അമ്പലം, കാവുകൾ, ആരാധനാ കേന്ദ്രങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മണി വെളിച്ചപ്പാടൻ, കുഞ്ഞിക്കണ്ണൻ കൊടക്കാരൻ, K ചവിണിയൻ, KT കൃഷ്ണൻ, സുനി അക്കര, TK നാരായണൻ, PV അമ്പു, K കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കാരണം പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറി. സംസ്ഥാനത്ത് മഴക്കാലത്ത് റേഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാവില്ലെന്ന് മന്ത്രി GR അനിൽ. ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി റേഷൻ എല്ലാ മേഖലയിലും എത്തിയെന്ന് ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കാസർഗോഡ് പറഞ്ഞു. താലൂക്ക് സമ്മേളനം നടന്നു. കാഞ്ഞങ്ങാട് കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത്. DYFI ഞാണിക്കടവ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാണിക്കടവിൽ വെച്ച് ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിലെ SSLC ഹയർ സെക്കൻഡറി CBSE പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ബാങ്ക് മിനി ഹാളിൽ വെച്ചാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. അള്ളടമുക്കാദം നാട്ടിൽ ഒരു തെയ്യാട്ടക്കാലത്തിനു കൂടി സമാപനമായി. മടിയൻകൂലോം കലശോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കാസർഗോഡ് മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.